നമ്മൾ ഇന്ന് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ 6 മണിക്ക് ട്രെയിനിൽ കയറും. ബൈ. കൊയിലാണ്ടിയിൽ നിന്നും പാലക്കാട് സ്റ്റേഷൻ, പിന്നെ അവിടെ നിന്നും കച്ചകുട, അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. രാത്രി 10 മണിയായപ്പോൾ അത് പാലക്കാട് ജംഗ്ഷനെത്തി. വെയിറ്റിംഗ് പാലക്കാട് നിന്ന് 1:40 കച്ചകോട സ്പെഷ്യൽ ട്രെയിനിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നേ ദിവസം ട്രെയിൻ ഏകദേശം 4 മണിക്കൂർ ലേറ്റായിട്ടുണ്ടായി. കുറച്ചധികം സമയം വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഒന്നേ 40 എത്തേണ്ട ട്രെയിൻ 4 മണി കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായത്. അങ്ങനെ 24 മണിക്കൂറിലധികം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം നമ്മൾ കച്ചകോട സ്റ്റേഷനിലെത്തി. ഒരു മണിക്ക് എത്തേണ്ട വണ്ടിയായിരുന്നു. പക്ഷേ പുലർച്ചെ 5:30 കഴിഞ്ഞിട്ടാണ് കച്ചകുട സ്റ്റേഷനെത്തിയത്. റൂം ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. ഒന്നാം ദിവസം ആദ്യം തന്നെ നമ്മൾ NTR ഗാർഡനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മൂന്ന് ദിവസത്തെ ഹൈദരാബാദ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ ഐറ്റിനറി ആദ്യമേ റെഡിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേ 1 നമ്മൾ ആദ്യം NTR ഗാർഡനിലേക്കാണ് പോയത്. NTR ഗാർഡനിൽ അത്യാവശ്യം കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രാവിലെ തന്നെ പോയപ്പം അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ചീത്ത പറയേ. കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ നമ്മൾ പോയ സമയത്ത് അതൊന്നും ഓപ്പൺ ഉണ്ടായിരുന്നില്ല.
അണ്ടർ വാട്ടർ 3D വേൾഡ് എന്ന് കണ്ടിട്ട് കയറിയതായിരുന്നു. അക്വേറിയമാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായത്, പക്ഷെ കുറച്ച് തെർമോക്കോളിൻ്റെ സ്ട്രക്ചേഴ്സ് മാത്രമാണ് ഉണ്ടായത്. ഇതിൻ്റെ കൂടെ തന്നെ ഹോണ്ടഡ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ സോൺ കൂടിയുണ്ട്. അതും കാര്യമായിട്ടൊന്നും കാണാനുണ്ടായില്ല. NTM ഗാർഡനിൽ നിന്ന് നമ്മൾ നേരെ ബിർള മന്ദിറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ബിർള മന്ദിറും ബിർള മ്യൂസിയവും 2 സ്പോട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നു. ബിർള മന്ദിറിലേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറേ കടകൾ ഷോപ്പിങ്ങിനായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഫാൻസി ഐറ്റങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബിർള മന്ദിർ 12 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കാണ് ഇവിടെ പ്രവേശനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ബിർള മ്യൂസിയത്തിലേക്ക് പോയി. ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഡൈനോസറിൻ്റെ ഫോസിലാണ്. വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അവിടുന്ന് ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ബിർള മന്ദിറിലേക്ക് പോയി. ബിർള മന്ദിറിൽ വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. ബിർള മന്ദിറിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ലുംബിനി പാർക്കിലേക്കാണ് പോയത്. നേരെ കാണുന്നത് തെലങ്കാനയുടെ പുതിയ നിയമസഭാ മന്ദിരമാണ്.
ലുംബിനി പാർക്കിലും കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ബോട്ടിംഗ് ഉണ്ട്, ബുദ്ധ സ്റ്റാച്യൂവിലേക്കുള്ള. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇവിടെ ലേസർ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. ബോട്ടിംഗ് 2 രീതിയിലാണുള്ളത്. നമുക്കിവിടെ പിന്നെ സ്പീഡ് ബോട്ട് അവൈലബിൾ ഉണ്ട്, അതുപോലെ ഫാമിലി ആയിട്ട് 7 പേർക്ക് പോകാനുള്ള അങ്ങനെ പോകാൻ പറ്റും. പക്ഷേ ബുദ്ധ സ്റ്റാച്യൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ഒരുമിച്ച് കുറേ പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ബോട്ടാണ് ഉള്ളത്. ഇവിടെ 5 മണി വരെയാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. അത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കും. ഒരു ബോട്ട് പോകുമ്പോൾ അടുത്ത ബോട്ട് വരും, അങ്ങനെ 2-3 ബോട്ട് വരെ സർവീസ് ചെയ്യുന്നുണ്ട്. ബോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നേരെ ലേസർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.